Eighth problem. The top and front views of a line AB are inclined at 35 degree and 45 degree respectively to the XY line. One end is on both HP and VP while the other end is 50 mm above HP. Draw the projections of the line and determine its true length and inclinations and locate its traces. The line is in the first quadrant. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഡ്രോയിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടി നമുക്കൊന്ന് സൈഡിലേക്ക് എടുത്തെഴുതാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ? ദി ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂസ് ഓഫ് എ ലൈൻ എ ബി ആർ ഇൻക്ലൈൻഡ് അറ്റ് 35 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ തന്നു, ഫ്രണ്ട് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ തന്നു. ടോപ്പ് ആൻഡ് ഫ്രണ്ട് എന്നാണ്. ആദ്യം ടോപ്പ് പറഞ്ഞു, പിന്നെയാണ് ഫ്രണ്ട്. അപ്പോൾ ആദ്യം പറയുന്ന ആംഗിൾ ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ ആയിരിക്കും, രണ്ടാമത് പറയുന്ന ആംഗിൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ ആയിരിക്കും. നമുക്കറിയാം ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ ആൽഫയും ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ ബീറ്റയുമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ ടോപ്പ് ആൻഡ് ഫ്രണ്ട് വ്യൂസ് ഓഫ് എ ലൈൻ, ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ 35, ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ 45. ടോപ്പ് വ്യൂ ബീറ്റയാണ്, ഫ്രണ്ട് വ്യൂ ആൽഫയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആൽഫ ബീറ്റ, അതിൽ ആൽഫ രണ്ടാമതാണ് പറഞ്ഞത്, ബീറ്റയാണ് ആദ്യം പറഞ്ഞത്. ബീറ്റ എത്രയാണ്? ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ 35 ഡിഗ്രി, സോ ബീറ്റ 35 ഡിഗ്രി. ദെൻ ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ 45 ഡിഗ്രി, സോ 45 ഡിഗ്രി ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ ആൽഫ. വൺ എൻഡ് ഈസ് ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി. അപ്പോൾ ഈ ലൈനിൻ്റെ ഒരു എൻഡ് ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണ്. ഇനി ഈ ലൈൻ എ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സോ എ ബി എന്നുള്ള ലൈനാണ്. അതിൻ്റെ ഒരു എൻഡ് സേ എ എന്നുള്ള എൻഡ് ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞാൽ ആ എക്സ് വൈ ലൈനിലായിരിക്കും ആ പോയിൻ്റ് ഉണ്ടാവുക. സോ ദിസ് വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. ഇത് എക്സ് വൈ ലൈനിലായിരിക്കും ഉണ്ടാവുക, ഓൺ എക്സ് വൈ ലൈൻ. വൈൽ ദി അതർ എൻഡ് ഈസ് 50 mm എബവ് എച്ച് പി. സോ ബി എന്നുള്ള പോയിൻ്റ് 50 എബവ് എച്ച് പി ആണ്. എബവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മുകളിൽ വരയ്ക്കണം, എച്ച് പിയുമായിട്ട് ബന്ധപ്പെട്ട അളവായതുകൊണ്ട് ഡാഷുള്ള രൂപത്തിലും എഴുതണം. എന്നാൽ അതിൻ്റെ വി പിയുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ബാക്കി കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ട്രൂ ലെങ്ത്ത് കാണണം, സോ ട്രൂ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അതേപോലെ ഇൻക്ലിനേഷൻസ് ആൻഡ് ലൊക്കേറ്റഡ് ട്രേസസ്. അപ്പോൾ ആ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ എച്ച് പിയുമായിട്ടുള്ള ഇൻക്ലിനേഷൻ തീറ്റ, വി പിയുമായിട്ടുണ്ടാകുന്ന ഇൻക്ലിനേഷൻ ഫൈ, തീറ്റയും ഫൈയും കാണണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലൊക്കേറ്റഡ് ട്രേസസ്, ട്രേസസ് ലൊക്കേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ദ ലൈൻ ഈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ലൈന് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് പറയേണ്ട കാരണം എന്താണ് അതിൻ്റെ അർത്ഥം? ലൈന് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ മുകൾ ഭാഗത്തും ടോപ്പ് വ്യൂ താഴെ ഭാഗത്തും ആയിട്ടാണ് വരിക. കാര്യം ചില പ്രോബ്ലത്തിലൊക്കെ ഒരു എൻഡ് പോയിൻ്റ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെയും ആണെങ്കിലും മറ്റേ എൻഡ് പോയിൻ്റ് നേരെ തിരിച്ച് വരാം, ഫ്രണ്ട് വ്യൂ താഴെയും ടോപ്പ് വ്യൂ മുകളിലും വരാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ലൈന് മൊത്തത്തിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കിടക്കുന്നത് എക്സ് വൈ ആക്സിൻ്റെ മുകൾ ഭാഗത്തും ടോപ്പ് വ്യൂ കിടക്കുന്നത് എക്സ് വൈ ആക്സിൻ്റെ താഴെ ഭാഗത്തുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് എക്സ് വൈ ലൈൻ വരയ്ക്കാം ആദ്യം. എക്സ് വൈ. ഇനി എ എന്നുള്ള പോയിൻ്റ് ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി, മുകളിലുമില്ല താഴെയല്ല, ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറയുമ്പോൾ ഈ എക്സ് വൈ ലൈനിലാണ് കിടക്കുന്നത്. സോ എ എന്നുള്ള പോയിൻ്റ് ഈ ഒരു എക്സ് വൈ ലൈനിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യുക. സോ അതിന് നമുക്ക് അത് എ ഡാഷും അത് തന്നെയാണ്, എയും അത് തന്നെയാണ്. ഇനി എന്താണ് തന്നത്? ആൽഫ 45, ബീറ്റ 35. മുകൾ ഭാഗത്തേക്കുള്ള ആംഗിൾ 45, താഴെ ഭാഗത്തേക്കുള്ള ആംഗിൾ 35. ഇനി എൻഡ് പോയിൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻഡ് പോയിൻറ്റ് മുകൾ ഭാഗത്തേക്കുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 50 എബോവ് എച്ച് പി ആണ്. മുകൾ ഭാഗത്തേക്ക് 50 ഉയരത്തിലാണ് എൻഡ് പോയിൻ്റ് വരിക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലോക്കസ് അവിടെ വരയ്ക്കുക. 50 മുകൾ ഭാഗത്തേക്കായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് 50 എടുക്കുക. സോ 50 മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു ലോക്കസ് ഇവിടെ വരച്ചിടുക. താഴെ ഭാഗത്തേക്കുള്ളതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ മുകൾ ഭാഗത്തേക്കുള്ളത് മാത്രം നമ്മൾ വരച്ചിട്ടു. ഇനി നോക്കൂ, ആൽഫ 45 എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തേക്കുള്ള ആംഗിൾ 45 എന്നല്ലേ ഫ്രണ്ട് വ്യൂവിൻ്റെ. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് 45 ഡിഗ്രിയിൽ അങ്ങ് വരയ്ക്കാം. അത് വരയ്ക്കുമ്പോൾ ഈ ലോക്കസിൽ എവിടെയാണോ അത് മീറ്റ് ചെയ്യുന്നത് അതുവരെ ആയിരിക്കും അതിൻ്റെ ലെങ്ത്ത് എത്രയും തന്നിട്ടില്ലെങ്കിലും എൻഡ് പോയിൻ്റ് ഈ ഒരു ലോക്കസിലായിരിക്കും കിടക്കുക എന്ന് നമുക്കറിയാലോ. സോ 45 ഡിഗ്രി ആംഗിളിൽ നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു.
45 ആംഗിളിൽ ഒരു ലൈൻ വരച്ചു, ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ ഈ ആംഗിൾ ഇതെത്രയാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്? ആൽഫ 45. സോ ആൽഫ ഇസ് ഈക്വൽ ടു 45 എടുത്തിട്ട് നമ്മൾ ഈ ഒരു ലൈൻ വരച്ചു, എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി ടോപ്പ് വ്യൂ കിട്ടാൻ എന്തായാലും ഈ ഒരു ഫ്രണ്ട് വ്യൂവിൻ്റെ എൻഡിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലറിലായിരിക്കുമല്ലോ ടോപ്പ് വ്യൂവിൻ്റെ എൻഡ് വരിക. സോ നമുക്ക് വെറുതെ ഒരു പെർപെൻഡിക്കുലർ അവിടെ വരച്ചിടാം. ഇനി ടോപ്പ് വ്യൂവിൻ്റെ ആംഗിൾ തന്നിട്ടില്ലേ 35 അപ്പോൾ ഇതേ പോയിന്റിൽ നിന്ന് 35 ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു പെർപെൻഡിക്കുലറിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്കിവിടെ ടോപ്പ് വ്യൂ കിട്ടി. അതിൻ്റെ എൻഡിനെ നമുക്ക് ബി എന്ന് മാർക്ക് ചെയ്യാം. സോ എ ബി എന്നുള്ളതാണ് പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ. എ ഡാഷ് ബി ഡാഷ് ആണ് എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ. ഇവിടെയും നമുക്കൊരു ലോക്കസ് വരയ്ക്കാം. ഇനി ട്രൂ ലെങ്ത് കാണണ്ടേ? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ കിട്ടിയാൽ ട്രൂ ലെങ്ത് കാണാൻ എളുപ്പമാണ്. എന്താ ചെയ്യുക? ഏത് ഭാഗത്താണോ ട്രൂ ലെങ്ത് കിട്ടേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ സപ്പോസ് എനിക്കിവിടെ താഴെ ഭാഗത്ത് ട്രൂ ലെങ്ത് കിട്ടണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഞാൻ മുകളിൽ നിന്ന് തുടങ്ങണം. മുകളിലുള്ള ഈ ഒരു എലിവേഷൻ്റെ എൻഡിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഇതേ ലൈനിൻ്റെ അടിഭാഗത്ത് കൂടെ പോകുന്ന ഹൊറിസോണ്ടൽ വരെ. സോ ഇവിടെ കോമ്പസിൻ്റെ നീഡിൽ കുത്തിയിട്ട് എ ഡാഷിൽ കുത്തിയിട്ട് ഈ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് കോമ്പസിലെടുത്ത് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ആ ആർക്ക് ഈ ലൈനിൻ്റെ തന്നെ അടിഭാഗത്ത് കൂടെ പോകുന്ന ഹൊറിസോണ്ടലിൽ ചെന്ന് മീറ്റ് ചെയ്യണം. സോ ഇതിൻ്റെ അടിഭാഗത്തുള്ള ലൈൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈൻ തന്നെയാണ്. അവിടെ ചെന്ന് മീറ്റ് ചെയ്തു. അവിടുന്ന് പിന്നീട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ലോക്കസിലേക്ക് പെർപെൻഡിക്കുലറാണ് വരയ്ക്കേണ്ടത്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടി. അതായിരിക്കും ഈ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്തിൻ്റെ എൻഡ് പോയിൻ്റ്. അതിന് നമുക്ക് B1 എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഈ ലൈന് കംപ്ലീറ്റ് ചെയ്യാം. സോ AB1 അതാണ് ഈ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത്. ഇനി മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത് കിട്ടാൻ ഒന്നുകിൽ എന്ത് ചെയ്യാം? ഈ ട്രൂ ലെങ്ത്തിൻ്റെ ലെങ്ത്ത് കോമ്പസിലെടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. കാരണം രണ്ട് ഭാഗത്തും ട്രൂ ലെങ്ത്ത് സെയിം ആയിരിക്കുമല്ലോ. എന്നിട്ട് ഈ ലോക്കസിൽ എവിടെയാണത് മീറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെയ്ത ഇതേ പണി ഇവിടെയും ചെയ്യണം. ഇവിടെ ട്രൂ ലെങ്ത്ത് കിട്ടാൻ ഇവിടുന്ന് തുടങ്ങണം. ഇവിടെയുള്ള ഈ പ്ലാനിൻ്റെ എൻഡിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഈ ലൈനിൻ്റെ അടിഭാഗത്തു കൂടെ പോകുന്ന ഹൊറിസോണ്ടൽ വരെ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആക്സ് വരെ, പിന്നീട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിൻ്റെ എൻഡ് പോയിൻറ്റിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുന്നു. അത് അതിൻ്റെ അടിഭാഗത്തു കൂടെ പോകുന്ന ഹൊറിസോണ്ടൽ ലൈനിൽ മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു ഓപ്പോസിറ്റ് സൈഡിലുള്ള ലോക്കസിലേക്ക്. അത് ചെന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെയുള്ള ട്രൂ ലെങ്ത്തിൻ്റെ എൻഡ് പോയിൻ്റ് കിട്ടും. സോ ഇവിടെ നമുക്ക് B1 ഡാഷ് എന്ന് കൊടുക്കാം. സോ എ ഡാഷ് B1 ഡാഷ് ഇവിടെ ട്രൂ ലെങ്ത്. ഈ രണ്ട് ട്രൂ ലെങ്ത്തും ഒരേ ലെങ്ത് ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഈ ട്രൂ ലെങ്ത്ത് നിങ്ങൾ കോമ്പസിലെടുത്തിട്ട് ഇവിടെ കുത്തിയിട്ടൊരു ആർക്ക് വരച്ചിട്ട് വേണമെങ്കിലും ഇത് വരയ്ക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ട്രൂ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ട്രൂ ലെങ്ത്ത് ഒന്ന് അളന്ന് നോക്കുക എത്രയുള്ളത് എന്നുള്ളത്. ഇവിടെ 80 mm എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ട്രൂ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 80 mm. പിന്നെന്താ കാണാൻ പറഞ്ഞത്? തീറ്റ കാണാൻ പറഞ്ഞു, ഫൈ കാണാൻ പറഞ്ഞു. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രൂ ലെങ്ത്ത് മുകൾ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് തീറ്റ. ഈ താഴെ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ഫൈ. ഇതെത്രയുണ്ട് നടന്നു നോക്കാം. ഇവിടെ ഓൾമോസ്റ്റ് ഇത് 40 ഡിഗ്രിയാണ്. സോ ഇത് 40 ഡിഗ്രി. സോ തീറ്റ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി കിട്ടി. പിന്നെ ഫൈ താഴെ ഭാഗത്ത് ഫൈ ട്രൂ ലെങ്ത്ത് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. അതിവിടെ എനിക്ക് 27 ഓൾമോസ്റ്റ്. സോ ഫൈ ഇസ് ഈക്വൽ ടു 27 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ട്രേസസ് കണ്ടേ. ട്രേസസ് ഇതിലെങ്ങനെയാണ് കാണുക? ഇവിടെ
ഈ സാധാരണഗതിയിൽ ട്രേസസ് കാണാനുള്ള ഐഡിയ എന്താ നമ്മൾ ചെയ്യാറുള്ളത്? എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അത് XY ആക്സിൽ ചെന്ന് മീറ്റ് ചെയ്യുന്നു, ആ പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അതിൻ്റെ എൻഡ് പോയിന്റ് കിടക്കുന്നതിന് XY ആക്സിലാണ്. അപ്പോൾ എച്ച് ഡാഷ് അവിടെ തന്നെയാണ് വരിക. അതിലൂടെ പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഈ എ ബി എക്സ്റ്റെൻഡ് ചെയ്യുന്നതും അവിടെ തന്നെ ചെന്നാൽ മീറ്റ് ചെയ്യുന്നത്. സോ HT അവിടെയാണ്. ഇനി VT കിട്ടാനോ? VT കിട്ടാൻ എ ബി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ എൻഡ് പോയിന്റ് ഇവിടെ തന്നെ XY ആക്സിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലൂടെ പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഈ ഒരു എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്താലും അതും അവിടെ തന്നെ. അപ്പോൾ HTയും VTയും എല്ലാം ഈ പോയിന്റ് തന്നെയാണ് വരിക ഈ ഒരു കേസിൽ. ഓക്കെ, അപ്പോൾ ആ HT VT എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ഇവിടെ HT VT എന്ന് രണ്ടും ഈ പോയിന്റിൽ തന്നെ മാർക്ക് ചെയ്യാം. സോ HTയും VTയും ഒക്കെ ഈ ഒരൊറ്റ പോയിന്റാണ്. സോ എ ഡാഷ് എ HT VT എല്ലാം ഇതേ പോയിന്റാണ് വരുന്നത്. ഇനി നമുക്ക് ഡയമെൻഷനിങ് ചെയ്യണം. ആൽഫ 45 എഴുതിയിട്ടുണ്ട്, ബീറ്റ 35 അത് എഴുതണം. ബീറ്റ 35 ഡിഗ്രി. പിന്നെ ബി എന്നുള്ള പോയിൻ്റ് 50 എബോവ് HP. സോ ബി എന്നുള്ള പോയിൻ്റ് 50 എബോവ് HP. സോ ദിസ് വൺ 50. ഇനി ലോക്കസ് ലൈൻ താഴെ ഭാഗത്ത് M എന്നും മുകൾ ഭാഗത്ത് M ഡാഷ് എന്നും മാർക്ക് ചെയ്യുക. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എന്ന് എഴുതി വെക്കുക. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM. ഇതോടെ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. അടുത്ത ഡ്രോയിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.